കഥക്കാര് ഗാർഡിയനും കൂടിയനും ആവാൻ പൊന്നച്ച ഡിപ്പെൻഡന്റ് ഉപ്പൻഡന്റ് അമ്മയുടെ ഡിപ്പെൻഡന്റും ഉപ്പൻഡന്റും ഒക്കെ കുറെ ഉണ്ട് കാർഷികമായിട്ടുണ്ടാക്കുന്ന മോട്ടീവ് ഓർഗനൈസ്ഡ് ക്രിമിനൽസിന്റെ മോഷണം അവിടെ എന്റെ കൊച്ചിനെ വിളിക്കുന്നു നെഹ്മാവിന്റെ കൊച്ചുമോളാണ് നമുക്ക് അപ്പൊ ജനിച്ചപ്പോ അവിടെ കൊച്ചുമോളല്ലായിരുന്നു അവിടെ ഇളയ മോളെ കൊണ്ട് പഠിച്ചുകൊണ്ട് അവിടെ ആശുപത്രിപ്പത് ഈ വായ്പണിക്കമ്മയെ പഠിച്ചില്ലായിരുന്നു 28 കൊച്ചിന് 28 കഴിഞ്ഞപ്പോഴാണ് പഠിച്ചുണ്ടായത് അതുവരെ നമുക്ക് പഠിക്കൊന്നും ഇല്ലായിരുന്നു നമുക്ക് കാറ്റിലില്ലായിരുന്നു അവിടെ ഇളയ നോക്ക് എല്ലാത്തിനും കാറ്റുണ്ടാക്കും ഇപ്പൊ ഇവിടെ ഇളയ നോക്ക് വേണ്ടി എല്ലാത്തിനും കാറ്റിലുണ്ട് പക്ഷെ ഈ വായ്പണിക്കമ്മ കഴിയുമ്പോൾ അവർക്ക് കാറ്റിലില്ല നമുക്ക് പക്ഷെ എന്റെ സ്വത്തുമോളിലും എല്ലാം കേൾക്കാൻ അനുഭവിക്കാൻ അറിയാം എനിക്ക് എന്റെ വണ്ട വന്ന സ്വത്തുമോളിനകത്ത് പിന്നെ എന്റെ വന്നവൻ ഉണ്ടാക്കിയോ വന്നവർക്ക് ഈ വന്നവർക്കോട്ട് പോകും അവളെ വിളിക്കൊണ്ട് രാജമ്മയെ വിളിക്കൊണ്ട് രാജമ്മ 10 ലക്ഷം രൂപ ഫ്രീലായിട്ട് പഠിക്കുന്ന പറയുന്ന റെയിൽവേക്ക് കൊടുത്തിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നവള് 10 ലക്ഷം രൂപ ഫ്രീലായിട്ട് പഠിക്കാൻ അടിച്ചു മാറ്റിയിട്ട് എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നു രാജമ്മ അപ്പൊ എന്തിനാ എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നത് 10 ലക്ഷം 10 ലക്ഷമോ 20 ലക്ഷമോ വലിയ വലിയ എമൗണ്ട് ആയിട്ടുമാർക്ക് ഫ്രീലായിട്ട് പഠിക്കാന്ന് പറയുന്ന ജോലി പോക്ക് കൊടുക്കാറുള്ളത് വലിയ വലിയ എമൗണ്ട് 5000 30,000 20,000 എന്റെ എറണാകുളത്തെ ജോലി എന്റെ LLB എന്റെ MBA പലതും ഒരുപാട് കാര്യം കുട്ടടിച്ചിട്ട് നടക്കുക ഡിവോഴ്സും ഒക്കെ നടത്തിയിട്ട് എന്തുവാ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കിട്ടുന്നത് ആറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറെ പൈസ എല്ലാം വാങ്ങിച്ച് ഒരുപാട് എടുത്ത് ഒരുപാട് ഈ മെയിൻ്റനൻസ് ഒക്കെ വാങ്ങിച്ച് മനസ്സുമ്പോഴും കുട്ടടിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഒരുപാട് അത്ര കളികൾ എന്ത് കടയുണ്ടാക്കുന്ന ഇങ്ങനത്തെ കടയുണ്ടാക്കുന്നവർ എന്തും ചെയ്തില്ലയോ ഇതിനെതിരെ കോടതി കൊണ്ട് കേസ് കൊടുക്കണം ഇവിടുമാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളതിന് ഇവിടുമാർ എന്തൊക്കെയാ ചെയ്യുന്നതെന്നുള്ളതൊന്നും അറിയണം ഇവിടുമാര് ചെമ്മാനത്തെ കടയുണ്ടാക്കുന്നവളുമാര് കണ്ട നമ്മള് മുറിക്കാത്തത് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടെ കണ്ടവന്മാരുടെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് കഥ ഇവിടെ കണ്ടിട്ട് പോകുന്നത് കഥ ചെറുപ്പിക്കാനും പഠിക്കണം അവന്റെ കടയുണ്ടാക്കണമെന്ന് അവർ വാടക വാങ്ങിക്കൊണ്ടിരിക്കല്ലോ വാടകയ്ക്ക് താമസിക്കുന്നത് കഴിഞ്ഞാൽ കടയുണ്ടാക്കാൻ സപ്പോർട്ട് വാടക വാങ്ങിച്ചാൽ തോന്നിയാൽ ഇങ്ങോട്ട് വേണ്ട നിങ്ങൾ തോന്നിയാൽ തോന്നുന്നു ഇത് തോന്നിയാൽ ഇങ്ങോട്ട് വേണ്ട നീ വാടക താമസിക്കുന്നത് പെണ്ണുങ്ങളെടുക്കലൊന്നും തോന്നിയാൽ നീ എടുക്ക കേട്ടോ വാടക വാങ്ങിച്ചുകൊണ്ട് നീ പരിഹാരിച്ചിരുന്നാൽ മതി അല്ലാതെ 102 നീ വായ്പയ്ക്കൊക്കെ എടുക്കായിരുന്ന കണ്ട ആണുങ്ങൾ വരുന്നു അവരെ അതിനും കണ്ടെടുത്ത് പോകുന്നു എന്നുള്ള കഥയൊന്നും നീ ഉണ്ടാക്കണ്ട കണ്ടെടുത്ത് പോകുന്നു എന്നുള്ള കഥ ഇവിടെ നീ വായ്പയ്ക്ക് വന്നോട്ടുകൂടിയായിട്ടാണ് ഇരിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നത് ആൾക്കാരാണ് വരുന്നത് മുക്കുംപിരാൻ വിളിച്ചിട്ടാണ് കേരളത്തിൽ നിന്ന് നീ വായ്പയ്ക്ക് വന്നത് അത് വേറെ ആരും വിളിച്ചിട്ടല്ല രണ്ടാളന്മാരി നീ ഞങ്ങളുടെ 3 മാസം ഒക്ടോബർ 25-ാം തീയതി വന്നത് 105-ല് നീ ഞങ്ങളെ കുറിച്ച് കഥയുണ്ടാക്കുന്നു നീ ആരാ കഥയുണ്ടാക്കാന് എന്നെ കുറിച്ചും മുക്കുമിനെ കുറിച്ചും 3 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച 3 വർഷത്തിൽ കൂടുതലായി 3-4 വർഷം മുക്കും പറയുന്നത് പോലെ എന്തുകൊണ്ടാ നീ ഞങ്ങളെ നിന്റെ കൊച്ചുമോളെ കൊണ്ടോ നിന്റെ ഭാര്യയെ കൊണ്ട് നിന്റെ അവരെ കൊണ്ടൊക്കെ ഉണ്ടാക്കും കണ്ട വെളികളെ കുറിച്ച് നീ കഥയുണ്ടാക്കുന്നു ചെമ്മാടിന്റെ കഥയുണ്ട് ചെമ്മാടിന്റെ കഥയുണ്ടാക്കുന്നവൻ ചെമ്മാടിന്റെ കഥ എനിക്ക് വാഷ്റൂമിനകത്ത് പോകണ്ട വാഷ്റൂമിനകത്ത് പോയാൽ ഞങ്ങൾ വേറെ കണ്ട് പോയത് വാഷ്റൂമിനകത്തൂടെ അവന്റെ അമ്മയുടെ കുടുംബത്തിനകത്തോട്ട് പോയത് ഞങ്ങൾ എന്റെ വാഷ്റൂമിനകത്തോട്ട് കയറിയത് എന്താ വാഷ്റൂമിനകത്ത് പോയിട്ട് ഞങ്ങൾ നേരിട്ട് ബെഡ്റൂമിലോട്ട് വന്നാൽ വേറെ ഏതോ ബെഡ്റൂമിൽ പോയി കഥകളാ പക്ഷെ ഞങ്ങള് വാഷ്റൂമിൽ പോയിട്ട് കിച്ചണിൽ വന്നിട്ട് തിരിച്ചു വന്നതല്ല ഇങ്ങനെ പല വേറെ വൈകന്മാരുടെ നമ്മള് വാഷ്റൂമിനകത്തോട്ട് ഡയറക്റ്റ് പോയാൽ ഞങ്ങള് അങ്ങോട്ടെങ്ങാണ്ട് പോയെന്ന് ആഹാ 102 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എന്തോ അപ്പാർട്ട്മെന്റാ മണ്ണോട്ട് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഫ്ലാറ്റായി മണ്ണോട്ട് ദീപായപ്പള്ളിന്റെ അതിനകത്തൊരു വാഷ്റൂം ഉണ്ട് ഒരു കിച്ചൺ ഉണ്ട് ഒരു ബെഡ്റൂം ഉണ്ട് ആ ബെഡ്റൂമിനകത്ത് ദീപായപ്പള്ളി ഇപ്പൊ ഇന്നാണ് സംസാരിക്കുന്നത് അത് കണ്ടവരുമായി ഇവിടെ വരത്തില്ല ഇത് മുനീറിനെയും കുളിയർത്തേയും പോലെ ഇത് വേദാങ്കിരി സാകേത അവിടെ കഥ ഒരു തേവിച്ചി ഉണ്ടായിരുന്നു അവിടെ കുടിയുടുക്കാത്ത തേവിച്ചി അവിടെ ഉണ്ടായിരുന്നു കുടിയുടുക്കാത്ത തേവിച്ചി ഉണ്ടായിരുന്നു മുനീർക്കയില് കുടിയുടുക്കാതെ നടപ്പായിരുന്നു അവിടെ ജോലി തുണിയെ ഉടുക്കത്തില്ലായിരുന്നു അവിടെ അപ്പൊ തുണി അലർജിയായിരുന്നു ഒപ്പീനിറ്റിയുടെ ആളായിരുന്നു അവൾക്ക് ഒപ്പീനിറ്റി ഞങ്ങളൊക്കെ വേണ്ട അവിടെ പരിപാടിയൊന്നും അവിടെ പരിപാടിയൊക്കെ അവിടെ മുനീർക്കെ സുബ്രാന്തോദർശി നടത്തിയാൽ മതി ഇങ്ങോട്ട് നടത്തണ്ട ഞങ്ങൾ ഓരോന്നും നടത്തണ്ട അവിടെ ഡ്രാമയൊന്നും ഇത് മുനീർക്കയല്ല ഇത് നല്ലൊന്നാമത് ഇത് മേധാങ്കിരി സാക്കേതായിട്ട് ഞങ്ങളുടെ മുനീർക്കയൊക്കെ പോകും മുനീർക്കയെല്ലാം പോകുന്നത്
മുനീർക്കയും നല്ലത് മുനീർക്കയാവാൻ മുനീർക്കയും നല്ലത്. ഇത് മേധാങ്കിരി സാകേത്. മേധാങ്കിരി സാകേതിനകത്ത് 102 PNG അപ്പാർട്ട്മെന്റ് ആയത്. PNG അപ്പാർട്ട്മെന്റ് മേധാങ്കിരി സാകേത്. വേറെ ഒന്നുമല്ല. ദിസ് ഇസ് നോട്ട് മുനീർക്ക. വേറെ വേണമെങ്കിൽ ഇവിടെ ദീപായപ്പണിക്ക് ദീപായപ്പണിക്ക് ഫ്ലാറ്റാ, അല്ലാതെ വേറെ അവിടെയല്ല. ദീപായപ്പണിക്ക് ഇതിന്റെ കാശ് കൊടുക്കുന്നത്. സാമാനം കൊണ്ട് നടക്കുന്നു. കുറെ കഥകൾ ഉണ്ടാക്കല്. അങ്ങനത്തെ കഥ എമ്മാഴ്ച കഥ കുറെ എന്തുവാ കുറെ ബ്ലോട്ടിങ് കഴിക്കുക, വീർപ്പിക്കുക, എന്തെല്ലാം വീർപ്പിക്ക് കഥകള്. ദീപായപ്പണിക്ക് എങ്ങാണ്ട് പോയെന്ന് കഥ. എവിടെ പോയാലാണ് ദീപായപ്പണിക്ക് പോകുന്ന ഈ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ഇടും. ദീപായപ്പണിക്ക് ഗോയിങ് ടു ദിസ് ആൻഡ് നല്ല ധൈര്യമായിരുന്നു. ഒരു പേടിയില്ല. ദീപായപ്പണിക്ക് പോകണമൊക്കെ എവിടെ പോകണമെന്ന് കൃത്യമായിട്ട് ഇടാനുള്ള ധൈര്യം ദീപായപ്പണിക്ക് അങ്ങനെയുള്ളവർക്ക് ദീപായപ്പണിക്ക് പോകാറുണ്ട്. Depending record and go everywhere. I am going this way. I am going to this way. എന്നാൽ ശരിക്കും ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തൊക്കെ എഴുതി വിട്ടിട്ടാ പോകുന്നത്, അല്ലാതൊന്നും അല്ല പോകുന്നത് എങ്ങും. അങ്ങനെ പോകാൻ പറ്റാത്തൊന്നും ദീപായപ്പണിക്ക് പോകുന്നില്ല. നല്ല പൊതുജനങ്ങൾ ഉള്ളിടത്തോട്ടാ പോയത്. പൊതുജനങ്ങൾ പബ്ലിക് വരുന്നിടത്തോട്ടേ പോകുന്നുള്ളൂ ദീപായപ്പണിക്ക്. അല്ലാതെ ഗുദാമിനും ഒന്നും പോകുന്ന സ്വഭാവം പണ്ടേ ഇല്ല, ഇന്നും ഇല്ല കേട്ടോ. ദീപായപ്പണിക്ക് ഗുദാമിനും ഒന്നും പോകുന്ന സ്വഭാവമൊന്നുമില്ല. അതുപോലെ ദീപായപ്പണിക്കന്റെ കയ്യിൽ വേണ്ടാത്ത സാധനങ്ങളും ഒന്നുമില്ല. ഇങ്ങനെ പേടിച്ച് കെട്ടോടൊക്കെ പോകാന് ദീപായപ്പണിക്കന്റെ കയ്യിൽ ഇങ്ങനെ പേടിച്ച് പോകേണ്ട രീതിയിലുള്ള സാധനങ്ങളും ദീപായപ്പണിക്കന്റെ കയ്യിലില്ല, ഒന്നുമില്ല. ദീപായപ്പണിക്ക് പാലും അത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ കഴിക്കുന്നുള്ളൂ. പാലോ മുട്ടയോ അങ്ങനെ കഴിക്കാൻ പറ്റും. നല്ലത് കല്ലും കഞ്ചാവും കുഞ്ചാവും 150 അളവ് ഗഞ്ചയടിച്ച് കുനിയില മാത്രമല്ല, ഗഞ്ചയടിച്ചോണ്ട് തുണിയില ഓട്ട വരുന്നോളൂ. 150 ഗഞ്ചയടിച്ചോണ്ട് തുണിയില ഓട്ട വരുന്നോളൂ. അത് അമ്മയുടെ ഇങ്ങനെ വിട്ടിരിക്കുക. ഗഞ്ചയടിച്ചെങ്കിലും വിടാൻ ഗഞ്ചയടിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കാനുള്ള അമ്മയുടെ ഇങ്ങനെ വിട്ടിരിക്കുക. ഇങ്ങനെ തുണിയില്ലാതെ കവച്ച് കിടക്കണമെന്നുള്ള സന്ധ്യതള്ളെ പറഞ്ഞു വെച്ച് വെച്ചിരിക്കുക. അത്ര സന്ധ്യതള്ളെ അവർക്കുള്ളത്. നല്ല ദീപായപ്പണിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എന്റെ കൊച്ചിനെ കണ്ടാലും അറിയാം. ദീപായപ്പണിക്ക് എന്നുള്ളതെന്ന് അവനവന്റെ മക്കളെ കണ്ടാലും അറിയാം മക്കളെങ്ങനെയാ വളരുന്നേന്ന്. ആരുമില്ലേലും സ്വന്തം കാര്യം നോക്കി വളർന്നു കൊച്ച് കേട്ടോ. തോന്നിയവാസമൊന്നും ഞങ്ങളൊക്കെ എടുക്കണ്ട. തോന്നിയവാസമൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. ഏത് മുരാനിലായാലും അങ്ങനെ മാത്രം ഇങ്ങോട്ട് വേണ്ട.